ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ആൾ. നമുക്ക് അയാളെ അരുണെന്ന് വിളിക്കാം. കേരളത്തിലെ ഒരു ചെറിയ റോഡിൽ കൂടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫും പിള്ളേരും ഒക്കെ തറവാട് വീട്ടിൽ പോയിരിക്കുന്നതിനാൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരുന്നു. രാത്രി വളരെ വൈകി ഉറങ്ങുന്ന ശീലമുള്ള ആളാണ് അരുൺ. വെറുതെ എന്തെങ്കിലുമൊക്കെ വായിച്ചു അല്ലെങ്കിൽ ഫോണും നോക്കി അങ്ങനെയിരിക്കും. പക്ഷേ ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടും വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. രാത്രി 1 മണിയോടടുപ്പിച്ച സമയമായിട്ടുണ്ട്. ഈ സമയത്ത് പുറത്തും പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയില്ല എന്നറിയാമെങ്കിൽ കൂടി ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും എന്ന് തോന്നി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അരുണിന് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഇടവഴിയുണ്ട്. അന്നൊന്നും ഇന്ന് കാണുന്ന മെയിൻ റോഡ് ഇല്ലാത്തത് കൊണ്ട് ഇതുവഴിയായിരുന്നു എന്നും സ്കൂളിൽ നിന്നും വരുന്നതും പോകുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സുഖമായി യാത്ര ചെയ്യുന്ന മെയിൻ റോഡ് ഉണ്ടെങ്കിൽ പോലും ഈ വഴിയെ കൂടിയാണ് അരുൺ പലപ്പോഴും നൊസ്റ്റാൾജിയ തലയ്ക്ക് പിടിക്കുമ്പോൾ യാത്ര ചെയ്യുന്നത്. ചുറ്റിനും കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ അവിടെ. അധികം പേരൊന്നും ഇതുവഴി യാത്ര ചെയ്യില്ല, ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് സത്യം. ആൾതാമസം ആ ഒരു 1.5 കിലോമീറ്റർ ദൂരമില്ല. പണ്ടുണ്ടായിരുന്ന വീടൊക്കെ ഇപ്പോൾ കാട് മൂടി കിടക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് എന്തായാലും ഇതുവഴി തന്നെ പോകണം എന്ന് കരുതിയാണ് അരുൺ ഇവിടേക്ക് വണ്ടിയെടുത്തത്. അല്ലെങ്കിലും നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവുമല്ലോ രാത്രിയായാൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാഹസം ചെയ്യാനുള്ള ത്വര. ആരും ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് റോഡിന്റെ അവസ്ഥയും വളരെ വളരെ മോശമാണ്. ഇത്രയും നല്ല മെയിൻ റോഡ് പണിതിട്ടിട്ടില്ലേ, ഇനി എന്തിന് ഞങ്ങൾ ഈ റോഡും കൂടെ ടാർ ചെയ്യണം എന്ന് തോന്നി കാണും അധികാരികൾക്കും. അരുൺ അതൊന്നും നോക്കാറില്ലായിരുന്നു. ഇതുവഴി പോകുമ്പോൾ ആ പഴയ കുട്ടിയായതുപോലെ തോന്നും എന്നായിരുന്നു അവന്റെ വാദം. കാർ വിജനമായ റോഡിലൂടെ യാത്ര തുടർന്നു. റോഡിലേക്ക് കടന്നപ്പോൾ തൊട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നു. റോഡിന് ചുറ്റും എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. ചുറ്റും ഒരു പുകമയം, കട്ടിക്ക് മഞ്ഞ് കെട്ടി നിൽക്കുന്നത് പോലെ. എങ്ങോട്ട് നോക്കിയാലും ഇരുട്ട് മാത്രം. പക്ഷേ ആ ഇരുട്ടിലൂടെയും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അരുൺ അത് കാര്യമാക്കാതെ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. റോഡ് പോലും മര്യാദക്കില്ലാത്തൊരു വഴിയെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റി. വാഹനത്തിന്റെ ലൈറ്റ് മാത്രമാണ് ആ സ്ഥലത്തിൽ പ്രകാശമേകുന്നത്. വണ്ടിയുടെ ബ്രൈറ്റ് ലൈറ്റ്സ് രണ്ടും ഫ്യൂസ് ആയതുകൊണ്ട് ഡിം മാത്രമേ ഉള്ളൂ എന്നത് വേറൊരു കാര്യം. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വണ്ടി എടുക്കാൻ ഈ ലൈറ്റിന്റെ കാര്യം മനസ്സിൽ വന്നപ്പോൾ ഉണർന്ന സാഹസികത വേറൊരു കാരണവുമായി. അതേ കട്ടിമഞ്ഞ് ആ ഡിം ലൈറ്റിന്റെ പ്രകാശത്തിലും തട്ടിപ്പോകുന്നുണ്ട്. അരുൺ അവന്റെ ഫോൺ എടുത്ത് ആ മഞ്ഞിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു. ഫോട്ടോയിലേക്ക് നോക്കിയപ്പോഴും ആ മഞ്ഞ് വ്യക്തമായി കാണാനുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. കാരണം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അരുണിനും കൂട്ടുകാർക്കും പണ്ട് മാങ്ങ പറിക്കാൻ കയറുന്ന ഒരു മതിലുണ്ട്. മതിൽ കയറി നിന്നാൽ മാവിലേക്ക് എളുപ്പത്തിലെത്താം. കൂട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും അരുണിന് എങ്ങനെയും മാങ്ങ എടുക്കണം എന്നൊരൊറ്റ ചിന്തയേ ഉണ്ടാവുള്ളൂ. അരുണിന് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ മാവും അതിൻ്റെ എതിർവശത്ത് കാണുന്ന ചെറിയ താമരക്കുടവും ഒക്കെ കാണാൻ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ പണ്ടൊക്കെ സിനിമയിൽ കാണുന്ന തനി കേരള തനിമ നിറഞ്ഞ സ്ഥലമൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു സ്ഥലവും മാവിൻ്റെയും കുളത്തിൻ്റെയും നടുക്കൂടെ പോകുന്ന ഒരു റോഡ്. പക്ഷെ ഇപ്പോൾ ആ വളവിൽ അങ്ങനെ റോഡെന്ന് വിളിക്കാനൊന്നുമില്ല. കുറേ കുഴികളും കല്ലുകളും നിറഞ്ഞ ഭാഗം. പണ്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇപ്പോൾ അതേ ഭാഗത്തെ റോഡ് കാരണം അരുണിന് തീരെ ഇഷ്ടമല്ല. ബൈക്ക് മേടിച്ചപ്പോൾ സൈക്കിളിൽ വരുന്നതിന് പകരം ആദ്യമായി ഏറ്റവും ഇഷ്ടമുള്ള ഈ വഴിയെ ബൈക്കിൽ വരാമെന്ന് കരുതി ഇങ്ങോട്ടെടുത്തപ്പോൾ ഈ ഭാഗത്തെ റോഡ് കാരണം നല്ലൊരു വീഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു. പുതിയ ബൈക്ക് വർഷങ്ങൾ പഴക്കമുള്ളതുപോലെയായി. അതേ പിന്നെ ഈ ഭാഗം അവന് ഇഷ്ടമല്ലാതെയുമായി. കൂട്ടുകാർ നിനക്ക് പ്രാന്താണ്, പുതിയ വണ്ടി എടുത്തിട്ട് ഈ വഴി നീയല്ലേ വരൂ എന്ന് ചോദിക്കുമ്പോൾ നൊസ്റ്റാൾജിയ ബുക്ക് തുറന്ന് അതിലെ പേജിലൂടെ കൂട്ടുകാരെയും കൊണ്ടുപോകുമായിരുന്നു. ഒരു ചെറിയ ഭാഗം അങ്ങനെയാണ് എന്ന് വെച്ച് ഈ റോഡ് മൊത്തം വെറുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ മെയിൻ റോഡ് ഉപയോഗിക്കാൻ കാരണമാകുന്നതും ഈ ഭാഗത്തെക്കുറിച്ചുള്ള ചിന്തയാണെന്ന് പറയാം. ഒരു 2 മിനിറ്റ് കൂടി യാത്ര ചെയ്തപ്പോൾ മെല്ലെ കാർ അവിടേക്ക് എത്തി. ദൂരെ വെച്ചേ ആ കുഴികളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തെത്തിയപ്പോൾ ഇപ്പോൾ കിണറിൽ വീഴുമെന്ന് കരുതി ബലം പിടിച്ചാണ് അവൻ മുന്നോട്ട് വണ്ടിയെടുത്തത്. പക്ഷേ അരുണിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ റോഡിന്റെ ഭാഗത്തുകൂടെ പോയപ്പോൾ വണ്ടി ഒഴുകിപ്പോകുന്ന പോലെ തോന്നി. അവൻ ശരിക്കും ഞെട്ടി. എന്താണെന്ന് മനസ്സിലാകാതെ തലപൊക്കി റോഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ കുഴികളും പാറ പോലെ തോന്നിക്കുന്ന കല്ലുകളും ഒക്കെ കാണാനുണ്ട്. പക്ഷെ വണ്ടിക്ക് അതിലൂടെ കടന്നു പോകുമ്പോഴും ഒരനക്കവുമില്ല. അരുൺ ഒരു നിമിഷം ആ കുഴിയുടെ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടു. ഡോറ് തുറന്ന് എന്താണ് അതിന്റെ കാരണമെന്ന് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഡോറ് തുറക്കാൻ ചെറിയൊരു പേടി. പൊതുവെ അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല അരുൺ. എന്നാലും ഇന്ന് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ. അരുൺ അങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നു.
കാർ നിർത്തിയിട്ടിരിക്കുന്നത് കൃത്യം ആ മാവിലേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇടതുവശത്താണ് മതിൽ, താമരക്കുളം വലതുവശത്തും. അരുൺ തല തിരിച്ച് ഇടതുവശത്തെ ഗ്ലാസ്സിലൂടെ മാവിലേക്ക് നോക്കി. അരുൺ വീണ്ടും ഞെട്ടി. കാരണം അവിടെ ഒരു മാവുമില്ല, ഒരു മതിലുമില്ല. അങ്ങനെ മാവും മതിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെ കിടക്കുന്നു ഇപ്പോൾ ആ സ്ഥലം. അത് കണ്ട് ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ദേഹം മൊത്തം ഒരു വിറയൽ കടന്നുപോയി. ഒരു നിമിഷം അവൻ അനങ്ങാൻ പോലും പറ്റിയില്ല. മുന്നോട്ട് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിലും ദേഹമാകെ സ്റ്റക്കായിരിക്കുന്നു. അരുൺ കണ്ണെടുക്കാനാകാതെ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരുന്നു. താമരക്കുളത്തിന്റെ ഭാഗത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം അവന് ആ നിമിഷം ഇല്ലായിരുന്നു. പെട്ടെന്ന് ചുറ്റിനും നേരത്തെ കണ്ട മഞ്ഞ് കൂടിക്കൂടി വരുന്നത് അവൻ കണ്ടു. ചെറുതായി കൂടി തുടങ്ങിയത് 2-3 നിമിഷം കഴിഞ്ഞപ്പോൾ കാഴ്ചയെ മറയ്ക്കുന്നത് പോലെയായി. ചുറ്റിനും നടക്കുന്നത് മൊത്തം അവൻ അനങ്ങാൻ പറ്റാതെ ഇരുന്ന് കണ്ടു. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ മഞ്ഞല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു പുകയുടെ ഉള്ളിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് പോലെ. അരുൺ പേടിച്ച് 2 കണ്ണും ഇറുക്കി അടച്ചു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിട്ട് ഒരു നിമിഷം കണ്ണ് അടച്ചു തന്നെ ഇരുന്നു. പെട്ടെന്ന് കണ്ണുകൾ വീണ്ടും തുറന്നു. അവൻ കണ്ണ് തുറക്കുകയും കണ്ടത് ആ മതിലും ആ മതിലിന്റെ മുന്നിൽ നിൽക്കുന്ന മാവുമാണ്. ചുറ്റിനും കൂടിയ കട്ടി മഞ്ഞോ ഒന്നും ഇപ്പോൾ അവിടെ കാണാനുമില്ല. ശരീരം മൊത്തം മരവിച്ചിരുന്ന പോലത്തെ ഫീലും ഒക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പോയതുപോലെ. അപ്പോൾ ഒരു സംശയം തോന്നി. അരുൺ മെല്ലെ കാർ മുന്നിലേക്ക് എടുത്തു നോക്കി. അപ്പോൾ ആ സംശയത്തെ ശരിവെച്ച് കാർ ആ കുഴിയിലേക്ക് ഒരൊറ്റ വീഴ്ച. നേരത്തെ ഒഴുകിപ്പോയതുപോലെ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല. കുഴിയുടെ ഓരോ ചെറിയ താഴ്ചയും വ്യക്തമായി അറിയാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനി ഞാൻ വല്ല സ്വപ്നവും കാണുകയാണോ എന്ന് ചിന്തിച്ച് അരുൺ കയ്യിലൊന്ന് തട്ടി നോക്കി. അല്ല, അത് സ്വപ്നമൊന്നുമല്ല. പണ്ടെപ്പോഴോ ഒരു കൂട്ടുകാരൻ പാതി ഉറക്കത്തിൽ വണ്ടി ഓടിച്ചു പോയി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടിയുടെ പുറകിലൊരു കരടി ഇരിക്കുന്നത് കണ്ട് ഞെട്ടി ബോധത്തിലേക്ക് തിരിച്ചു വന്ന കഥ അരുണിനോട് പറഞ്ഞത് അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ അത് തന്നെ എനിക്കും സംഭവിച്ചു എന്ന് കരുതി ചെറുതായി ഒന്ന് ചിരിച്ചു അരുൺ വണ്ടി മുന്നിലേക്ക് എടുത്തു. ഇപ്പോൾ പുകമയമോ ഒന്നും എവിടെയും കാണുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ കുഴിയും വ്യക്തമായി അറിയാവുന്നുമുണ്ട്. നേരത്തെ പോലെ ഒഴുകി പോകുന്ന പോലെ ഒന്നും തോന്നുമില്ല. അതുമാത്രവുമല്ല, വണ്ടിയുടെ ഇഞ്ചിൻ്റെ ശബ്ദവും ഇപ്പോൾ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് അരുൺ ഓർത്തത്, ഇതുവരെ ഓടിച്ചു വരുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ട് അവന് കേട്ടിരുന്നില്ല. അത് ഓർത്തപ്പോൾ അവൻ വീണ്ടും ഉറപ്പിച്ചു അവന് കൂട്ടുകാരന് സംഭവിച്ചത് തന്നെയാണ് എനിക്ക് സംഭവിച്ചതെന്ന്. പക്ഷേ അരുണിന് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പോലും ഇറങ്ങുമ്പോൾ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ബോറടിച്ചത് കൊണ്ടും ഒക്കെയാണല്ലോ ഇറങ്ങിയത്. അവൻ്റെ കൂട്ടുകാരന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവന് ഓർമ്മയുണ്ട്. പുറകിൽ കരടിയിരിക്കുന്ന കണ്ടാണ് ഞെട്ടി ഉണർന്ന് നോക്കിയതെന്നും. പുറകിൽ നോക്കിയപ്പോൾ കരടിയുമില്ല, ഒന്നുമില്ല. കൂട്ടുകാരന് സംഭവിച്ചതൊന്ന് അതേ സെയിം കാര്യം തന്നെ വേറെ തരത്തിൽ തനിക്ക് സംഭവിച്ചതായിരിക്കും എന്ന് കരുതി അരുൺ വണ്ടി മുന്നേക്ക് തന്നെ എടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 700 മീറ്റർ മുന്നിലേക്ക് പോയിട്ടുണ്ടാവും. ഇനിയും ഈ റോഡ് ഒരു 800 മീറ്ററും കൂടെ ഉണ്ട്. അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു വണ്ടിയുടെ ലൈറ്റ് അരുൺ ശ്രദ്ധിക്കുന്നത്. അതും ഒരു ബൈക്കാണെന്ന് തോന്നുന്നു. അരുണിനത് ഒരേ സമയം കൗതുകവും ചെറിയ ഭയവും ഉണർത്തി. സത്യത്തിൽ അവൻ ആരും ഇതുവഴി പോകുന്നത് കണ്ടിട്ടില്ല, അത് പകലാണെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ രാത്രി 1:10 ഒരു 2 വീലറിന് തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡിലൂടെ ഒരു ബൈക്ക് പോകുന്നു. ആ ബൈക്ക് വേഗത്തിൽ അടുത്തേക്ക് വരികയാണ്. ബൈക്കിൻ്റെ ശബ്ദം അടുത്ത് വരുന്നത് എടുത്ത് കേൾക്കാൻ കഴിയുന്നുമുണ്ട്. ആ ബൈക്കിൻ്റെ വേഗതയും അരുണിനെ ഞെട്ടിച്ചു. എങ്ങനെയാണ് ഈ മോശം റോഡിലൂടെ ഇത്ര വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് കണ്ട് അരുൺ ആശ്ചര്യപ്പെട്ട് നോക്കി. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് അരുൺ മനസ്സിലോർത്തു. അരുണും പതിയെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി. അരുൺ വണ്ടിയുടെ വേഗത കൂട്ടിയപ്പോൾ അതിനനുസരിച്ച് തന്നെ വണ്ടിയുടെ ചാട്ടവും കൂടി. സഹിക്കാൻ പറ്റാത്ത അത്രയും കുലുക്കമായി വണ്ടി മൊത്തം. ഞാൻ ഓടിക്കുന്ന വഴിയെ കൂടെ തന്നെയല്ലേ പുറകെ വരുന്നവനും ഓടിക്കുന്നത്, അതും ഒരു 2 വീലർ എന്ന് അരുൺ ഓർത്തുപോയി. ഈ സമയം പുറകെ വരുന്ന ബൈക്ക് ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. അരുൺ സൈഡ് കൊടുക്കാതെ മുന്നോട്ട് തന്നെ എടുത്തു. ഇനി ഒരു 600 മീറ്റർ കൂടി ഉണ്ട് ഈ റോഡ്. 200 മീറ്റർ കൂടി കഴിഞ്ഞാൽ വളവുകളാണ്. സൈഡ് കൊടുക്കണോ എന്ന് ആദ്യം ആലോചിച്ചെങ്കിലും അവസാനം അത് വേണ്ടെന്ന് വെച്ചു. കാരണം അത്ര ഭ്രാന്തമായൊരു രീതിയിലാണ് പുറകെ വരുന്ന ആൾ വണ്ടി ഓടിക്കുന്നതെന്ന് അവൻ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ സൈഡ് കൊടുക്കാത്തത് കണ്ട് ഹോൺ അടിക്കുന്നില്ല. ഒരു തവണ പോലും ഇതുവരെ ഹോൺ അടിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് വളരെ ഇടുങ്ങിയ റോഡാണ്. സൈഡിലൊക്കെ കല്ലുകളും വലിയ കുഴികളും നിറഞ്ഞ റോഡ്. അതിലൂടെ എടുത്തു വരെ ആ ബൈക്ക് ഓവർടേക്കൻ ചെയ്യാൻ നോക്കുന്നത് കണ്ട് അരുണിന് ഭയങ്കരമായ ഭയം തോന്നി. കള്ളനായിരിക്കും എന്ന് അരുണ് ഇപ്പോൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു.
അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ അല്ല ഇതിന് നോക്കുന്നതെന്ന് ഉറപ്പാണ്. പക്ഷേ ആ കല്ലോ കുഴിയോ ഒന്നും വകവെക്കാതെ ആ ബൈക്ക് ഓൾമോസ്റ്റ് വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി. അരുൺ സ്പീഡ് വീണ്ടും കൂട്ടി. പക്ഷേ ബൈക്ക് വണ്ടിയുടെ പകുതിയും മറികടന്ന് കഴിഞ്ഞിരുന്നു. ഓവർടേക്ക് ചെയ്യുമെന്ന് ഉറപ്പായ സമയത്ത് ആ ബൈക്ക് എവിടെയോ തട്ടിത്തെറിച്ച് സൈഡിലെ കാട്ടിലേക്ക് വീണു. അരുൺ അത് കണ്ട് വണ്ടി ചവിട്ടി നിർത്തി. വളരെ വേഗതയിലാണ് ആ ബൈക്ക് വീണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന ശബ്ദവുമായിരുന്നു. അരുൺ പുറത്ത് ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നു. സൈഡ് കൊടുത്താൽ മതിയായിരുന്നു എന്ന് കരുതിപ്പോയി അവൻ. 1 മിനിറ്റ് കടന്നുപോയി. ബൈക്ക് വീണെടുത്ത് ഒരനക്കവുമില്ല. കള്ളനെങ്കിൽ കള്ളൻ, ആരാണെങ്കിലും ഇനിയും ഇരുന്നാൽ ശരിയാവില്ല. അയാൾക്ക് വല്ലതും പറ്റും എന്ന് കരുതി അരുൺ പുറത്തേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നതും അരുൺ കാണുന്നത് ആ കാടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് ആ ബൈക്ക് കയറുന്നതാണ്. അയാൾ വണ്ടി ധൃതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, വല്ലാത്തൊരു ഭ്രാന്തമായ വേഗതയിൽ. ഭയം അരുണിൻ്റെ കാൽവിരലുകൾ മുതൽ മുടിനാര് വരെ അറിഞ്ഞ നിമിഷം. അയാളുടെ മുഖം കാണാൻ കഴിയുന്നില്ല, ഒരു കറുത്ത നിഴൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അരുൺ അവിടെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ടായി. അപ്പോഴാണ് അരുണിന് ബോധം തിരിച്ചു വരുന്നത്. ബൈക്ക് ഗിയർ ഇടാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ട് അരുൺ ചാടി വണ്ടിയിൽ കയറി ഡോല് പോലും അടയ്ക്കാതെ വണ്ടി മുന്നോട്ട് എടുക്കാൻ ശ്രമിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ മൊത്തം കണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇങ്ങനത്തെ കഥകളായിരിക്കും ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിസ്റ്റേക്സുകൾ കുറേ ഉണ്ടാവുമെന്നറിയാം. അതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോകളിൽ മാക്സിമം അത് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടനെ ഉണ്ടാവും. അതിനുശേഷവും ഇതേപോലത്തെ ത്രില്ലർ കഥകളും എല്ലാ ജോണറിലുള്ള കഥകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.